ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഓരോരുത്തരോടുമാണ്, കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനോടാണ്, മാധ്യമപ്രവർത്തകരോടാണ്, സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ ഒരാളെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ നിങ്ങളോടാണ്. പണ്ടെന്നോ നമ്മൾ കാണാത്ത ഒരു കാലഘട്ടത്തിൽ ഹിറ്റ്ലറും മുസോളിനിയും ഒരു സമൂഹത്തിനെതിരെ ചെയ്ത ദ്രോഹങ്ങൾ നമ്മൾ ഇപ്പോഴും പറയാറുണ്ട്. പക്ഷേ നമ്മുടെ ഇതേ ജനറേഷനിൽ നമ്മുടെ സ്ഥിരം വാർത്തകളായിട്ട് ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിനെ ഇസ്രായേൽ എന്ന ക്രൂരന്മാർ ആക്രമിക്കുന്ന വാർത്തകൾ വരുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുക. നമ്മൾ ആരെയാണ് പേടിക്കേണ്ടത്? 1-2 ദിവസം പറഞ്ഞ് 3-ാമത്തെ ദിവസം മറക്കാനുള്ളതല്ല ഈ ഫലസ്തീൻ. വാർത്തകളൊന്നും കിട്ടാതെ വരുമ്പോൾ റീച്ചിന് വേണ്ടിയിട്ട് ഇടുന്നതാകരുത് ഈ ഫലസ്തീൻ്റെ വാർത്തകൾ. ഈ പോരാട്ടം കഴിയുന്നതുവരെ നമ്മൾ അവരുടെ കൂടെ ഉണ്ടായിരിക്കണം. ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിലെ പ്രമുഖരായ പല നടന്മാരും ഫലസ്തീന് വേണ്ടിയിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്ത് വന്നപ്പോൾ അവരെ ഫോളോ ചെയ്തുകൊണ്ട് ഒരുപാട് പൊതുജനങ്ങളും വന്നിരുന്നു. അതുപോലെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് ഒരു ചെറിയ സമൂഹത്തെയാണെങ്കിൽ പോലും അവർക്കിടയിലേക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ക്രൂര രാജ്യത്തിൻ്റെ ഹെയ്റ്റ് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റണം. ഈ പോരാട്ടം കഴിയുന്നതുവരെ നമ്മൾ ഫലസ്തീൻ്റെ കൂടെ നിൽക്കണം.